മൈ ഒനി ഗേൾ. ഇത് ഒരു അനിമെ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഇത് ഞാൻ ജാപ്പനീസ് ലാംഗ്വേജിൽ തന്നെയാണ് കണ്ടത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു റൊമാൻസ് ഫാൻറ്റസി എന്നൊക്കെ ഉള്ള ജോണറിൽ ഈ ഒരു സിനിമ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ജോണറിൽ റൊമാൻസിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് ഫാൻറ്റസി, ഫ്രണ്ട്ഷിപ്പാണ്. റൊമാൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പറയാമെന്നുള്ളതേ ഉള്ളൂ. ഫാൻറ്റസിയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ ചർച്ച ചെയ്തു പോകുന്നത് നമ്മളുടെ നായകനായിട്ടുള്ള ഹിഗാരി എന്ന് പറയുന്ന ക്യാരക്ടറും സുമുഗി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ള ഒരു അഡ്വഞ്ചറസ് ട്രാവലിൻ്റെ കാര്യമാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റായിട്ടുള്ള നമ്മുടെ നായകനൊരു നായകനെ പറ്റി ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ബാക്കി ആരോടും നോ പറയാതെ അവരോട് നോ പറയാതെ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നാണ് നായകൻ, ആ ഒരു ക്യാരക്ടറാണ്. പക്ഷേ സുമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീമൻ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഒരു ഹിഡൻ വില്ലേജിൽ നിന്നാണ് വരുന്നത്. അവളുടെ അമ്മയെ തേടി ഇറങ്ങിയതാണ്. അമ്മ മിസ്സിങ് ആണ്. അമ്മ പണ്ടെപ്പോഴോ ഇവൾക്ക് 3 വയസ്സുള്ള സമയത്ത് അമ്മ ഇവളെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നാണ്. അങ്ങനെ അമ്മയെ തേടി വരുന്നു. അങ്ങനെ നമ്മുടെ നായകനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ നായകനും നായികയും കൂടെ ഈ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടൊരു അഡ്വഞ്ചറസ് യാത്ര നടത്തുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതൊരു സ്ഥിരം നമ്മൾ കാണാറുള്ള പ്ലോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മേക്കിങ് അല്ലെങ്കിൽ സ്റ്റോറി കിടിലമാണ്. സ്റ്റോറി ലൈൻ കിടിലമാണ്. അതായത് ഈ ചെറിയൊരു പ്ലോട്ടിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവർ രണ്ടും കൂടെ എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, ഈ പെൺകുട്ടി ആരാണ്, പെൺകുട്ടിയുടെ വില്ലേജ് എന്താണ്, പെൺകുട്ടിയും നമ്മളുടെ നായകനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം ഈ നായകൻ ഒരു ഹിഡൻ വില്ലേജിൽ പോകുന്നതും ഈ അമ്മയെ കണ്ടുപിടിക്കുമോ, അമ്മ എവിടെയാണ്, ആ സാധനങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഈ നായകനും നായകൻ്റെ അച്ഛനും അല്ലെങ്കിൽ നായകൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ, അതെല്ലാം ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ഒരു രീതിയായിരിക്കത്തില്ല, തീരുമ്പോൾ അത് എൻ്റയർലി ഡിഫറെൻ്റ്. അതായത് മൊത്തത്തിലൊരു ഫീലിങ്സ് തന്നെ ചേഞ്ച് ചെയ്യും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ സുമുഖി എന്ന് പറയുന്ന ക്യാരക്ടർ ആരെന്ത് വിചാരിച്ചാൽ എനിക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളൊരു ക്യാരക്ടർ. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഒരു ദിവസം രാത്രിയിൽ ഇറങ്ങുകയാണ്. ഒരു കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ ഇറങ്ങുന്നു, ഇവർ ഓരോ സ്ഥലത്ത് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നു. ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഇവർ സോൾവ് ചെയ്ത് ഈ നായകനും നായികയും കൂടെ എങ്ങനെ പോകുന്നു, ഇടയ്ക്ക് ഇവരെങ്ങനെയാണ് ഈ ഒരു വില്ലേജിൽ നിന്നത്, എന്താണ് ഈ ഒരു വില്ലേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ടാണ് ആ ഒരു വില്ലേജ് ഹിഡനാക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെ പിന്നെ സ്നോ ഗോഡ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ദൈവമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് അത് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നോ ഗോഡ് എന്താണ്, സ്നോ ഗോഡിന് എങ്ങനെയാണ് വരുന്നത്, ഈ സ്നോ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജ് എന്താണ്, ആ സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് അത് കാണിക്കുന്നുണ്ട്. എല്ലാം ഫാൻറ്റസി ആണല്ലോ. അങ്ങനെ പോകുന്നു. അവസാനം ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് നായകൻ തിരിച്ച് വീട്ടിൽ പോകുന്നു. അവസാനം ഒരു ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹൈസ്കൂൾ സ്റ്റോറി അല്ല, ഇതിനകത്തൊരു സാഡ് എൻഡിങ് ഒന്നും കാണിക്കാനായിട്ട് നിൽക്കാതെ ഒരു ഹാപ്പി എൻഡിങ് തന്നെ കൊണ്ട് നിർത്താനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് അത് ശ്രമിച്ചിട്ടുണ്ട്. അത് 100% വിജയിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫാൻറ്റസി റൊമാൻസ് സിനിമയായിരിക്കും ഒനി ഗേൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.